നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയ പലരും ഇപ്പോൾ നിലപാട് മാറ്റിയെന്ന വിമർശനവുമായി സംവിധായകൻ ബൈജു കൊട്ടാരക്കര രംഗത്തെത്തിയിരിക്കുകയാണ്. സിനിമയിൽ തുടർന്ന് മുന്നോട്ട് പോകേണ്ടത് കൊണ്ടാണ് ഈ നിലപാട് മാറ്റം. പണ്ട് തിലകൻ ചേട്ടൻ പറഞ്ഞതുപോലുള്ള മാഫിയ സംഘം മലയാള സിനിമയിൽ ഉണ്ടെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 ചാനലിൽ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ 15 അംഗ മാഫിയ സംഘമാണ് പലരുടെയും നിലപാട് മാറ്റത്തിന് പിന്നിൽ. തിലകൻ ചേട്ടനെ വിലക്കുന്നതിൽ മുന്നിൽ നിന്നത് ബി ഉണ്ണികൃഷ്ണനാണല്ലോ. മാക്ട ഫെഡറേഷൻ പിളർത്തിയതിനെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആരാണ് പിളർത്തിയത്? തുളസീദാസ് വിഷയത്തിൽ ദിലീപാണ് അത് ചെയ്തതെന്നും വളരെ വ്യക്തമല്ലേ എന്നും ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ പച്ചയായ വർത്തമാനങ്ങളല്ലേ? ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേര് ദിലീപാണെന്ന് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ചാനലുകൾ അദ്ദേഹത്തിന്റെ പടം ഉൾപ്പെടെ വെച്ച് പുറത്തുവിടുന്നു. മലയാളത്തിലെ ചാനലുകൾ എന്തുകൊണ്ടാണ് ഇത് മറച്ചു വെക്കുന്നത്? പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. ബൈജു കൊട്ടാരക്കര ചർച്ചയിൽ പറയുന്നു, 10-15 വർഷമായി ഞാൻ ഈ സിനിമയുടെ ചോറുണ്ട് തുടങ്ങിയിട്ട്. സിനിമാ മേഖലയിൽ അലിഖിതമായ നിയമങ്ങളുണ്ടെന്ന് മാലാ പാർവതി പറഞ്ഞു. ശരിയാണ്, ഈ അലിഖിത നിയമങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള ചൂഷകന്മാർക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ്. നിങ്ങൾക്ക് എന്തും ആകാം, ഞങ്ങളെ ധിക്കരിച്ചാൽ നീ സിനിമയിൽ ഉണ്ടാകില്ല എന്നതാണ് ചൂഷകരുടെ നിയമങ്ങൾ. തിലകനും വിനയനും പാർവതി തിരുവത്തും ഞാനുമൊക്കെ ഈ ചൂഷകരുടെ ഇരകളാണ്. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് മുമ്പും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതും ഇതേ റിപ്പോർട്ടിൽ തന്നെയാണ്. ക്രിമിനലുകളായ ഡ്രൈവർമാർ സിനിമാ ലൊക്കേഷനിൽ ഉണ്ടെന്നും പറയുന്നു. കൂടെ കിടന്നില്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ലെന്നാണ്. സിനിമാ വ്യവസായത്തെ മൊത്തമായി നശിപ്പിക്കുന്നത് വെളിയിൽ നിന്നും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളാണോ, അതോ അതിനകത്ത് തന്നെയുള്ള പുഴുക്കുത്തുകളാണോ എന്ന് ആദ്യം ആലോചിക്കണം. 4.5 വർഷമായ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനുള്ള ക്യാപ്സ്യൂളുകളും ന്യായീകരണങ്ങളും ഒരുപാട് വരുന്നുണ്ടെന്നും ബൈജു കൊട്ടാരക്കര കൂട്ടിച്ചേർക്കുന്നു. സിനിമാ മേഖലയിലെ അനീതികൾക്ക് അക്കമിട്ട് നിർത്തിക്കൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നു. അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുമാരെ വിതരണം ചെയ്യുന്ന ഏജന്റുമാർ മുതൽ സംവിധായകർ വരെ ചൂഷണം ചെയ്യുന്നു. മലയാള സിനിമയിൽ ഒരു 15 അംഗ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തുടങ്ങിയ ശ്രദ്ധേയ പരാമർശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം വ്യക്തികളുടെ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പിലെ ഒരംഗം ദിലീപാണെന്ന് ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നത്. റിപ്പോർട്ടിൽ ദിലീപിന്റെ പേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഔദ്യോഗികമായി അത് പുറത്തു വന്നിട്ടില്ല. അതിനാൽ തന്നെ ബൈജു കൊട്ടാരക്കര നിയമപരമായി നടപടികൾ നേരിടേണ്ടി വന്നേക്കാം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.